അസ്സലാമു അലൈക്കും. എന്തുണ്ട് മക്കളെ വിശേഷം? സുഖല്ലേ? അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കണ്ണ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നേക്ക് 8 ദിവസമായി കണ്ണ് കാണിച്ചിട്ട്. അപ്പം ഇന്ന് വന്ന് കണ്ണ് കാണിക്കാമെന്ന് വിചാരിച്ചു. വേറെന്തൊക്കെയുണ്ട്? എല്ലാവരും നോമ്പായിട്ടൊക്കെ ക്ഷീണിച്ച് കുത്തിരിക്കുകയാണോ? ഞാനും നോമ്പൊന്നും നമുക്ക് പോക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം ഇവിടുന്ന് എന്തെങ്കിലും മരുന്നോ കാര്യമോ അതൊന്നുമില്ല. അതിനെക്കൊണ്ട് ഞാൻ അതിന് കഴിച്ചിലായി. ഇൻഷാ അല്ലാഹ് നോമ്പ് മുറിയാണ്ട്. ഇനി അതിനത്ര നോമ്പില്ലല്ലോ എനിക്കും എല്ലാ അമ്മത്തിമാർക്കും, നിങ്ങളുടെ മക്കൾക്ക്, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും. എൻ്റെ മക്കളെ വെച്ചാൽ യൂട്യൂബിൽ ലൈവിലൊക്കെ വരുന്നവർക്ക് എല്ലാവർക്കും സന്തോഷത്തിനും സമാധാനത്തിനായിട്ട് നോമ്പൊക്കെ പിടിച്ച് റാഹത്തായിട്ട് പിടിച്ച് കിട്ടുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വേറെന്തൊക്കെ വിശേഷം? സുഖമല്ലേ? മറ്റേ കണ്ണിനും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. കാരണം തിരക്കൊന്നുമില്ല, നല്ല വായിച്ചുണ്ട്. അപ്പോൾ നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ പിന്നെ വന്നാൽ ഒക്കെ ചെയ്തു തരുന്നതാണെന്ന് പറഞ്ഞ് വലത്തെ കണ്ണിൻ്റെത്. അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആങ്ങള വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നു ആങ്ങള, ഞാനില്ലല്ലോ വീട്ടിൽ. ആങ്ങളെ തിരിച്ചു പോന്ന്. ഭയങ്കര വിഷമമായി ആങ്ങളെ വീട്ടിൽ വന്നിട്ടില്ലായിട്ട് എല്ലാം വിചാരിച്ചിട്ട്. എല്ലാ കൊല്ലം നോമ്പൊക്കെ തുറന്നിട്ടാണ് ഒരു പോവൽ. എനിക്ക് അസുഖം കാരണമൊന്നും ഇല്ലാത്തവരൊക്കെ ഇത്ര ആൾ വന്നിട്ടുണ്ടെങ്കിൽ നോൽപ്പുറക്കാണല്ലോ ഞാൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരാൾക്ക് വരെ ഉണ്ടാക്കാനുള്ള ഇതില്ല എനിക്ക്. അത്ര ക്ഷീണിതരായി നിൽക്കുകയാണ് ഞാൻ. അതിനെക്കൊണ്ട് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് അവരിപ്പോൾ എല്ലാ കൊല്ലവും വന്ന് നോമ്പുറക്കും. ഓരെന്നെ കൊണ്ടുവരും, ഓരെന്നെ നോമ്പുറത്തും പോകും. നോമ്പുറൻ്റെ എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിരിക്കണ്. പോകുമ്പോൾ പൈസയൊക്കെ തന്ന് ആങ്ങള. അങ്ങനെ ഇതാണ് ആങ്ങള കേട്ടോ. ഒന്നിൻ്റെ ഞാനാണ്, ഒന്ന് ആങ്ങളാണ്. രണ്ടാമത്തെ ആങ്ങളയും പെണ്ണുങ്ങളുമാണ്. ഇതാണ് എൻ്റെ ഭാര്യ. അങ്ങനെയൊക്കെയാണ് വിശേഷം. വേറെന്താണ്? സുഖമല്ല എല്ലാവർക്കും? സുഖം വിചാരിക്കുന്നു. അങ്ങനെ തൽക്കാലം കണ്ണാടൊക്കെ അതേമാതിരി തന്നെ ആ വൈറ്റ് കണ്ണാടുണ്ടല്ലോ, ആ വയ്ക്കുന്നത് അതേതാ ഇപ്പോൾ വെച്ച കണ്ണാട അത് തന്നെ വെക്കാൻ. കണ്ണിന് കാഴ്ചയുള്ളതിനെ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്താണ് ഞാൻ ചോദിച്ചിങ്ങനെ വായിക്കാനും മൊബൈലൊക്കെ നോക്കാൻ പറ്റുമായിരുന്നു. കൂടുതലായിട്ടൊന്നും നോക്കണ്ട, ചെറുങ്ങനൊക്കെ നോക്കാൻ കുഴപ്പമില്ലായിരുന്നു. കാരണം ഞാനിങ്ങനെ വീഡിയോസൊക്കെ നോക്കണമല്ലോ, അതിനെക്കൂടെ ചോദിച്ചാണ്. എൻ്റെ ആങ്ങളി എൻ്റെ നാത്തൂനാണിത്. ഒരു പോകാൻ പോവുകയാണ്. കാട്ടിലൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ പുറത്തിറങ്ങി. ഈ മോന് കാരണം എൻ്റെ ആങ്ങളട്ടോ, മോനും ഓളും കൂടെ പോവുകയാണ്. നമ്മൾ പിന്നെ ഓട്ടോറിക്ഷക്കാണ് ഇപ്പോൾ വരുത്ത്. കാരണം നമ്മൾ കൊണ്ടാക്കി തരാമെന്ന് വെച്ചാൽ വേണ്ട പറഞ്ഞാണ്. പിന്നെ നമ്മളെ ഓട്ടോറിക്ഷ വന്നിന്, അവരെന്നെ തിരിച്ച് വിട്ടിട്ടില്ല, അവിടെ നിൽക്കാൻ പറഞ്ഞതാണല്ലോ. അപ്പോൾ മോശമല്ലേ ഇതിൽ നമ്മൾ പോണത്. 2 വീലർ ഉണ്ടായിനി, നമ്മൾ 2 വീലറിൻ്റെ മുകളിലാണ് എപ്പോഴും പോകും വരികയൊക്കെ ചെയ്യുക. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഈ നട്ടലിൻ്റെ കാരണം കൊണ്ട് 2 വീലറിന് കയറാൻ പറ്റുന്നില്ല. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഫോൺ ചെയ്താൽ ഓട്ടോറിക്ഷ വീട്ടിലേക്ക് വരും, അതിൽ കയറി ഇങ്ങോട്ട് വരും, ഇവിടെ കാണിച്ച് അതിൽ തന്നെ അങ്ങോട്ടും പോവും. അങ്ങനെയൊക്കെ ഇപ്പോൾ ആകുന്നുള്ളൂ. എൻ്റെ ആങ്ങളുടെ വണ്ടി ഇതാ തിരിച്ച് പോകാൻ വേണ്ടി പോവാണ്. വേറെന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും അല്ലാഹു കഴിക്കും കാരണം ആവതും ആഫിയത്തും ആയുസ്സും ആരോഗ്യം സന്തോഷവും സമാധാനം എല്ലാം തരട്ടെ, ദീർഘായുസ് തരട്ടെ. എൻ്റെ ആങ്ങളമാർക്കും എൻ്റെ അനിയത്തിമാർക്കും എൻ്റെ വട്ടക്കാർക്കും ലൈവിലുള്ള ആൾക്കാർക്കും എല്ലാവർക്കും അല്ലാഹു തആല സുഖവും സമാധാനം തരട്ടെ. ഇത്രയും കാര്യങ്ങൾ തന്നതാക്കി നോക്കിയിട്ടാണ് ഞാൻ ഇതുവരെ ആയത്. എനിക്കൊരു പൈസ കാര്യം കിട്ടിയിട്ടൊന്നുമില്ല, അതിനെക്കൊണ്ട് പറയില്ല. അതാണ് മുന്നേ നിങ്ങളെ കാരണത്താൽ എത്രയും സബ്സ്ക്രൈബർ എനിക്ക് കിട്ടിയത്. ഇൻഷാ അല്ലാഹ് ഇനിയും നിങ്ങളതുപോലെ തന്നെ കൈവിടരുത്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബറൊക്കെ തരണം. അങ്ങനെ നമ്മളത് ഓട്ടോറിക്ഷയിൽ കയറി പോവുകയാണ്. നല്ല സുഖമുണ്ട് ഈ വണ്ടിയിൽ ഇരിക്കാൻ കേട്ടോ. കൊണ്ടുപോയിലൊക്കെ ചാടും ഒന്നും നമുക്കൊന്നും അറിയില്ല.
അവർ കൊണ്ടുപോയി ചാടിക്കാണ്ട് കൊണ്ടുപോകായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ആയിരിക്കും. എന്തായാലും നല്ല സുഖമുണ്ട് കയറിയിട്ട്. ഇന്ന് പാത്തിമക്ക് സ്കൂളില്ലായിരുന്നു കേട്ടോ. അതിനെക്കൊണ്ട് എനിക്ക് സന്തോഷമായി. ഇതാ എൻ്റെ മോളെയും കൂട്ടി വന്ന്, മറ്റവരെല്ലാവരും വീട്ടിലുണ്ട്. ഓളിൻ്റെ കൂടെ പോന്ന് അതിനോട് നമുക്ക് വീഡിയോ ഒക്കെ പിടിച്ച് തരും. അങ്ങനെയൊക്കെയാണ് വിശേഷം. വേറെന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. എപ്പോഴും അതുതന്നെ ചോദിക്കുമെന്ന് വിചാരിക്കും. നിങ്ങളത് ചോദിച്ച് ശീലിച്ചു എനിക്ക്. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തെ നോമ്പ് തുറക്കുമ്പോഴത്തുള്ളതൊക്കെ ഉണ്ടാക്കണം. ഞാൻ കുറേ ദിവസമായി കുറേ ദിവസമായി ഞാൻ തന്നെ ഇരുന്ന് ഉണ്ടാക്കലില്ല. ഞാൻ എൻ്റെ മോളെ വീട്ടിൽ നിന്ന് ഞാൻ നോമ്പൊക്കെ ഓർക്കൽ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് വരുമ്പോൾ ഞാൻ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഒരു നാളെ കുളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്നേക്ക് 8 ദിവസമായി. ദിവസം മേല് കഴുകലാണ്. തല എനിക്കില്ല. അപ്പോൾ ഏതായാലും നാളെ കുളിക്കാൻ വിചാരിച്ച്. അപ്പോൾ ഒന്ന് ഞാൻ വിചാരിച്ചൊന്ന് ഒരു കുളിക്കാനൊക്കെ പറഞ്ഞില്ല. അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എനിക്ക് വിചാരിച്ചിരുന്നു. ഞാനൊരു 1.5 കിലോ മട്ടൻ വാങ്ങി. അത് വാങ്ങിയിട്ട് കറി വെക്കാൻ വേണ്ടി പോവാണ്. ഒക്കെ കൊഴിച്ച് റെഡിയാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വെക്കണം. അത് വെക്കണം. ഞാൻ പിടിച്ചിട്ട് പിന്നെ എൻ്റെ പിടിക്കും ഞാൻ. വേറെന്താണ്? എല്ലാം സുഖം സമാധാനമൊക്കെ ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും. വേറെന്താണ് വിശേഷം? ഇതാണ് നമ്മളെ വണ്ടി. ഇതാണ് എന്താ വെയിൽ കണ്ട. ഒരു വെയിലാണ്. മുറ്റത്ത് ഇറങ്ങാൻ പറ്റൂല. അമ്മാതിരി വെയിലാണ് മക്കളെ. ഗേറ്റ് തുറന്നിട്ട് പോയതാണ്. സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ വെയിലും മുറ്റത്ത് ഇറങ്ങാൻ പറ്റാത്ത വെയിലാണ്.